ഹായ്, ഞാൻ ശോഭയാണ്. ഇന്ന് നമുക്കൊരു ചൂരക്കറി വെക്കാം. അതും വെളുത്ത ചൂരയാണ്. നമ്മൾ നാട്ടിൽ വന്നിരിക്കുകയാണ്. മറ്റേ നമുക്ക് വാടക വീട്ടിലായിരുന്നു ഇവിടെ. ഇതിപ്പം നമ്മുടെ സ്വന്തം വീടാണ്. അപ്പോൾ എവിടെയെന്ന് വെച്ചാൽ 1 കിലോ ചൂര കിട്ടി. നല്ല വെളുത്ത ചൂരയാണ്. ശകലം കറിവേപ്പില, ഇഷ്ടംപോലെ കറിവേപ്പിലയൊക്കെ ഉണ്ട് നമുക്ക് വീട്ടിൽ. അപ്പോൾ അതിട്ട് തിരുമ്മി വെച്ചേക്കാണ്. അതിന് ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നിച്ച് ചേർത്ത് പോയി, താമസിച്ച് പോയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചെയ്തു. ഞാനതിനകത്തിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. ഓക്കെ. വെക്കാനായിട്ട് ആദ്യമേ ചട്ടി വെച്ച് ചൂടായി വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, കുറച്ച് ഉലുവ ചേർക്കാം, അല്ലെങ്കിൽ കയ്പുണ്ടാവും. ശകലം ഉലുവ ഇട്ട് പൊട്ടിച്ചു. അതിനുശേഷം ഞാനതിൽ ചേർത്തത് വെളുത്തുള്ളി, ഇഞ്ചി, 2-3 കാന്താരിയൊക്കെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലായതുകൊണ്ട് കാന്താരി, അതുപോലെ കുരുമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് ഇതിനകത്ത് ചേർത്തു. അത് കറിവേപ്പിലയും അതിൻ്റെ കൂടെ അതൊന്ന് വാടി വഴണ്ടപ്പോൾ അതിനോട് ഇച്ചിരി തക്കാളിപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ചേർക്കാം. അത് കല്ലുപ്പായിട്ട് അപ്പം ഞാൻ നേരത്തെ ഇച്ചിരി മുളക് പൊടി, 2-3 സ്പൂൺ മുളക് പൊടി വെള്ളം ചാലിച്ച് വെച്ചിട്ടുണ്ട്. ഈ പരുവത്തിരിക്കുന്നു, ഒരു പേസ്റ്റ് പോലെ ഇരിക്കുന്നുണ്ട്. അത് ഞാനങ്ങ് ഇതിൻ്റെ കൂടെ ചേർക്കുക. നേരിട്ട് പൊടി ഇടാതെ വെള്ളം കൊണ്ട് ചാലിച്ച് പേസ്റ്റാക്കിയിട്ട് അത് ഞാൻ നല്ലതായിട്ടൊന്ന് ചൂടാകണം. ഇപ്പം ആ വെളിച്ചെണ്ണയെല്ലാം അങ്ങ് ഇതാവും. ഇനി അടുത്ത ചേർക്കാൻ പോകുന്നത് വാളംപുളിയല്ല, മീൻപുളി, കൊടംപുളി വെള്ളത്തിലിട്ട് ഒന്ന് കുതിർന്ന പുളിയാണ്. 2-3 ചുള ഇട്ടു. ആ വെള്ളമാണിപ്പോൾ ഞാൻ ഒഴിക്കാൻ പോകുന്നത്. ആ പുളി വെള്ളം തന്നെയും ഒഴിക്കുക. ഈ നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകിയിട്ട് നമുക്ക് മീൻ കഷ്ണം ഇടാം. നല്ലപോലെ തിളച്ചിട്ട് മീൻ കഷ്ണം ഇടാം. അതും ചൂരയാണ്ട് ഇച്ചിരി കട്ടിയുള്ളതല്ലേ. ഇനി അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഒന്ന് തിളച്ചിട്ടുണ്ട്. ഞാനിനി കഷ്ണമെല്ലാം പറക്കി ഇടുകയാണ്. കഷ്ണങ്ങളെല്ലാം ഇതിൻ്റെ പുറത്ത് 5-6 കറിവേപ്പില ഇടാൻ പോകും. ഇഷ്ടംപോലെ കറിവേപ്പിലയുണ്ട്, വാരിയിടാം. ഇപ്പം ഉപ്പ് നോക്കിയിട്ട് കാര്യമില്ല, പുളിയൊക്കെ ചേർത്തതുകൊണ്ട്. അതിനി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പുളി നോക്കാം. നല്ലതായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചില ഉപ്പ് നോക്കാം. മുമ്പേ കുറച്ച് ഉപ്പ് ചേർത്തല്ലോ ഉള്ളു. ഒരു ശകല ഉപ്പൂടെ ചേർക്കാം. എരിയൊക്കെ ഉണ്ട്. പച്ച കുരുമുളക്, കാന്താരി, മുന്തിയ എല്ലാം എരിയുണ്ട്. ഇച്ചിരി ഉപ്പൂടെ ചേർക്കാം. കല്ലുപ്പായിടുന്നത് ചുടുന്ന് പറ്റട്ടെ. അപ്പം മീൻകറിയെല്ലാം റെഡിയായി. ചുടുന്ന് പറ്റിയിട്ട് നമുക്ക് വാങ്ങി വെച്ച് തണുത്ത ഉപയോഗിക്കാം. ഒന്ന് ചെയ്ത് നോക്കണേ. പറയണം. മീൻകറി മിക്കവാറും എല്ലാം റെഡിയായി. നമ്മൾ ഉപ്പും ചേർത്തു. ഇച്ചിരി ചാറൊന്ന് പറ്റണം. തവന്നിട്ട് തണുത്ത്
നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് ഒരു ലൈക്കും ഒക്കെ തരിക. ഓക്കേ.